ഒരു കളവ് അനസ്മര പറഞ്ഞത്, നമ്മളന്ന് ആ ചികിത്സ നടത്തിയതിനു ശേഷം ഈ നിമിഷം വരെയും ഞാൻ ചെയ്ത ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിമർശനം, അത് ഇന്ന കാരണം ഇന്ന തെറ്റാണെന്ന് താങ്കൾ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിഷയം, അതായത് മുജാഹിദ് പ്രസ്ഥാനം ഇതൊക്കെ നിഷേധിച്ച് നടക്കുകയും മൂത്തസില വിശ്വാസം പുറത്തുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു വരുന്നത്. അന്ന് എന്നെയും കൊണ്ട് മുജാഹിദ് വേദിയിൽ കൊണ്ട് നോട്ടീസുകൾ ഇന്നും എന്റെ കയ്യിലുണ്ട്. മനസ്സിലല്ലേ? ഒരു പുതിയ വിഷയം. അതിനുശേഷം പണ്ഡിതന്മാരെ ഏറ്റെടുത്തു. പിന്നെ ഗ്രൂപ്പുകളും മറ്റു കഷ്ണങ്ങളായി മുറിഞ്ഞത് വേറെ ആയിരുന്നു. അന്ന് ചെയ്തതിന് ഞാൻ പറഞ്ഞല്ലോ, അതായത് അന്ന് ചെയ്തത് ജിദ്ദ ഇസ്ലാഹി സെന്റർ സമീപത്തുള്ള സുലൈമാൻ മസ്ജിദിലെ ഷെയ്ഖ് ചെയ്യുന്നതും അതിന് തൊട്ടപ്പുറത്തുള്ള ഖുർആൻ ഹിഫ്ള് സെന്റർ ചെയ്ത ഈ 2 സെന്ററിൽ പോയിട്ട് അവിടുത്തെ രീതികൾ പഠിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഈ കയ്യിലും കാലിലും കെട്ടുക എന്നുള്ളത് നിങ്ങൾ കേന്ദ്രം പരിചയപ്പെടുത്തിയ ബിലാൽ ഫിലിപ്സിന്റെ എക്സോർസൽ ട്രഡീഷൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ വായിച്ചാൽ അതിൽ സൗദി പണ്ഡിതന്മാർ ചെയ്യുന്നതൊക്കെ അതിന് വിവരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകരെല്ലാം ഫുൾ തൗഹീദാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്റെ അടുത്ത് വന്ന പല മുജാഹിദ് പ്രവർത്തകരെ അരയുന്ന ഏലേസും ചേട്ടൻ ഞാൻ അയച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അതിന്റെ നമ്പറും കാര്യങ്ങളും തരാം, നിങ്ങൾക്ക് വ്യവസായം അന്വേഷിച്ച് നോക്കാം. മൂത്തിസ്ല ആശയമാണ് കണ്ണേറ്, സിഹർ, അതുപോലെ തന്നെ പിശാച് പറഞ്ഞ വിഷയങ്ങളിൽ മൂത്തിസ്ലാക്കളുടെ വിശ്വാസമായിരുന്നു കേരള നേതൃത്വ മുജാഹിദിന് ഉണ്ടായിരുന്നത്. 10 വർഷങ്ങൾക്ക് അപ്പുറം വന്ന് ഞാൻ പ്രസിദ്ധീകരണങ്ങളുടെ സാക്ഷ്യത്തിൽ ഞാൻ തെളിയിച്ചു തരാം. അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വേദി ഒരുക്കാം.